വിനോദ്, കഴിഞ്ഞ കുറച്ചു നാളുകളായിട്ട് നമുക്കറിയാം നിരന്തരം നമ്മുടെ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി വാർത്തകളിൽ ഇടം പിടിക്കാറുണ്ട്. അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങൾ, അദ്ദേഹം എടുക്കുന്ന ചില തീരുമാനങ്ങൾ, അദ്ദേഹം നടത്തുന്ന ചില പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് കലിംഗ സംവാദം പോലെയുള്ളവയാണ്. ഇതൊക്കെ വലിയ രീതിയിൽ വാർത്തകളിൽ ഇടം പിടിക്കുന്നു. അദ്ദേഹത്തിന്റെ ശാരീരിക ഭാഷ എന്ന് പറയുന്നത്, അദ്ദേഹത്തിന്റെ ചില പ്രസ്താവനകളും പരാമർശങ്ങളും ഒക്കെ. നിലവിൽ സുരേഷ് ഗോപി പറയുന്ന ചില പ്രസ്താവനകളെയും കലിംഗ സംവാദത്തെയും ഒക്കെ വിനോദ് സാർ എങ്ങനെ വിലയിരുത്തും? നീതു, വളരെ മനോഹരമായ ഒരു കാഴ്ചപ്പാടാണ് സുരേഷ് ഗോപി കൊണ്ടുവന്നത്. ഇതിനെ ശരിക്കും പറഞ്ഞാൽ ഈ കമ്മ്യൂണിക്കേഷൻ ഭാഷയിൽ റീറ്റെയിൽ രാഷ്ട്രീയം എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. റീറ്റെയിൽ രാഷ്ട്രീയം, മൊത്ത വ്യാപാരവും ഈ ചില്ലറ വ്യാപാരം എന്ന് പറയും പോലെ റീറ്റെയിൽ രാഷ്ട്രീയം. ഈ ശരിക്കും പറഞ്ഞ ഒരു കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ പറയാറുണ്ട് ഈ ഹൈപ്പർ ലോക്കൽ മൈക്രോ മീറ്റിങ്ങുകൾ എന്ന് പറയും. ഹൈപ്പർ ലോക്കൽ, അതായത് ലോക്കൽ സാധാരണ നമ്മൾ ചെറിയ സമ്മേളനങ്ങൾ വിളിച്ചു കൂട്ടുന്നതിനേക്കാളും ചെറിയ ഹൈപ്പർ ലോക്കൽ മൈക്രോ മീറ്റുകൾ എന്ന വിഭാഗത്തിൽ പെടുന്നതാണ് ഒരുപക്ഷെ സുരേഷ് ഗോപി നടത്തുന്ന ഈ കലിംഗ് സമ്മേളനങ്ങൾ അല്ലെങ്കിൽ കലിംഗ് സംവാദങ്ങൾ. ഇത് വളരെ വളരെ ഇഫക്റ്റീവായിട്ടുള്ള, പ്രത്യേകിച്ച് സാധാരണക്കാരോട് സംവദിക്കുവാൻ വളരെ അറ്റൻഷൻ കിട്ടുന്ന, വളരെ ശ്രദ്ധ കിട്ടുന്ന, വളരെ ഫലപ്രദമായ ഒരു മീറ്റിംഗ്. അത് ഒരുപക്ഷെ കേരളത്തിൽ ഇത്തരം ഒരു സംവിധാനം ആരും നടത്തിയിട്ടില്ല. കലാലയങ്ങളിൽ ചിലപ്പോൾ നടക്കാറുണ്ട്. നമുക്കറിയാം, നമ്മൾ ഈ ഇലക്ഷൻ ഒക്കെ പ്രചരണ സമയത്ത് പലപ്പോഴും കുടുംബ സദസ്സുകൾ വിളിച്ചു കൂട്ടാറുണ്ട്. ഈ രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ പരിചയമുള്ള ഒരു കുടുംബം, ആ കുടുംബത്തിലെ എല്ലാവരെയും വിളിച്ചു കൂട്ടി, അല്ലെങ്കിൽ ആ കരയിലെ എല്ലാവരെയും വിളിച്ചു കൂട്ടി ഒരു കുടുംബത്തിൽ, ഒരു വീട്ടിൽ വെച്ചായിരിക്കും, അവരുടെ പാർട്ടിക്കാരുള്ള കുടുംബത്തിൽ വെച്ചിട്ടായിരിക്കും ഇത് പലപ്പോഴും ചെയ്യുക. അങ്ങനത്തെ വളരെ ഔപചാരികമല്ലാത്ത, വളരെ അനൗദ്യോഗികമായ മീറ്റിങ്ങുകൾക്ക് പലപ്പോഴും അത് ആളുകളായിട്ടുള്ള ഒരു അറ്റൻഷൻ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ വളരെ കൗതുകത്തോടു കൂടിയാണ്, ഒരു കമ്മ്യൂണിക്കേഷൻ എക്സ്പേർട്ട് എന്ന നിലയിൽ ഞാൻ വളരെ ഒരു കൗതുകത്തോടു കൂടിയാണ് സുരേഷ് ഗോപിയുടെ ഈ സമ്മേളനങ്ങളെ കണ്ടിരുന്നത്. അതിന് വലിയ വാർത്താ പ്രചാരങ്ങൾ കിട്ടുകയും ചെയ്തു. പക്ഷേ എന്നെ ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ നിരാശപ്പെടുത്തുകയാണ് ചെയ്തത്. സുരേഷ് ഗോപിയുടെ ആ പെർഫോമൻസ് നിരാശപ്പെടുത്തി എന്നുള്ളത്. എന്ന് വെച്ചാൽ അതിൻ്റെ ആ കോൺസെപ്റ്റ് ശരിയായത് കൊണ്ടല്ല. ഒന്ന്, അദ്ദേഹം കേരളത്തിലെ ആദ്യത്തെ BJP, അതായത് തിരഞ്ഞെടുക്കപ്പെട്ട ലോക്സഭാ MP ആണ്. നിലവിൽ പെട്രോളിയം ആൻഡ് ടൂറിസം സഹമന്ത്രിയാണ്. അപ്പൊ ഡൽഹിയിലെ തിരക്കിനിടയിലും വളരെ ഓപ്പണായിട്ട് ഒരു കലിങ്ങിലിരുന്ന് അല്ലെങ്കിൽ ഒരു മരത്തിന്റെ ചുവട്ടിലിരുന്ന് ഇത്തരം സംവിധാനങ്ങൾ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എന്നെ സത്യം പറഞ്ഞാല് ഒരു വലിയ, എനിക്കതൊരു വലിയ കൗതുകം തോന്നിയ, ഇതെങ്ങനെ സംഭവിക്കും എന്നൊക്കെ ഞാൻ ഇങ്ങനെ നോക്കിയായിരുന്നു. പക്ഷെ എന്താ പ്രശ്നം പറ്റിയെന്ന് പറഞ്ഞാൽ, ഇദ്ദേഹം ഒരു ശരിക്കും പറഞ്ഞ ഒരു നല്ല രാഷ്ട്രീയക്കാരനല്ല എന്നുള്ളതാണ് അതിന്റെ കാരണം. അതായത് ഒരു രാഷ്ട്രീയ മെയ്വഴക്കം അദ്ദേഹത്തിനില്ല. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിച്ചു, അത് കൃത്യമായി തിരിച്ചറിഞ്ഞ അദ്ദേഹത്തിന്റെ എതിരാളികൾ അവിടെ ഓരോരുത്തരെ കറക്റ്റായിട്ട് കൊണ്ടുവരികയും കൊണ്ടുവരാതെയും ഈ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഒരു പയറ്റിത്തെളിഞ്ഞ രാഷ്ട്രീയക്കാരനാണെങ്കിൽ, ഉദാഹരണത്തിന് നമുക്ക് ഒരു എക്സാമ്പിൾ എടുക്കാം. ഇരിഞ്ഞാലക്കുടയിലെ സംഭവം, അവിടുത്തെ ആ കലിംഗ് സമ്മേളനത്തിനിടയിൽ ഈ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിലെ കുറിച്ച് ഒരു വൃദ്ധ ആയിട്ടുള്ള ഒരു നിക്ഷേപകൻ ഒരു സഹായം അഭ്യർത്ഥിച്ചു. ഒരു ശരിക്കും പറഞ്ഞ പയറ്റിത്തെളിഞ്ഞ രാഷ്ട്രീയക്കാരനായിരുന്നെങ്കിൽ അത് മേടിച്ചു വെച്ചിട്ട് നമുക്ക് എന്താണെന്ന് നോക്കട്ടെ, ചെയ്യാൻ പറ്റുന്നത് ചെയ്യാം എന്ന് പറഞ്ഞ് നിർത്തേണ്ട കാര്യമായിരുന്നു അത്. അദ്ദേഹം ഒരു തഴക്കം വന്ന രാഷ്ട്രീയക്കാരനായിരുന്നെങ്കിൽ അങ്ങനെ ചെയ്യുള്ളായിരുന്നു. പക്ഷെ എന്തു പറ്റിയെന്ന് പറഞ്ഞാല്, ഈ അദ്ദേഹം പറഞ്ഞത് സത്യമാണ്, സുരേഷ് ഗോപി പറഞ്ഞത് സത്യമാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ കേന്ദ്രമന്ത്രിക്ക് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പില് ശരിക്കും പറഞ്ഞാൽ കാശ് മേടിച്ചു കൊടുക്കാൻ കേന്ദ്രമന്ത്രിക്ക് യാതൊരു റോളുമില്ല. പക്ഷെ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇന്ന് പണം നൽകേണ്ടത് സംസ്ഥാന സഹകരണ വകുപ്പാണ്, ഇത് നിങ്ങൾ പോയിട്ട് നിങ്ങളുടെ മുഖ്യമന്ത്രിയോട് വേണം പറയാൻ എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പക്വതയായിരുന്നില്ല. അതുകൊണ്ട് എന്ത് പറ്റി, അതിനാണ് പിന്നെ വലിയ പ്രചാരം കിട്ടിയതും അതിന്റെ പേരിൽ പൈസ കൊടുക്കാതിരുന്ന കരുവന്നൂർ ബാങ്കുകാർ 10,000 രൂപ കൊടുക്കുകയും ചെയ്തു. കൊടുക്കേണ്ടത് ലക്ഷങ്ങളാണെങ്കിൽ കൊടുക്കുകയുണ്ടായി. അല്ലെങ്കിൽ ഈ ED പിടിച്ചെടുത്ത പണം കൊടുക്കുക. ഇതൊക്കെ പറയുമ്പോൾ എന്ത് പറ്റിയെന്ന് പറഞ്ഞാല് അവിടെ ഇതിന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോയി. എന്തിനാണ് ഒരു കലിംഗ് സമ്മേളനം വിളിച്ചു കൂട്ടിയത്, അതിന്റെ ഒരു ഫലപ്രാപ്തി കിട്ടാതെ പോയി. മാത്രമല്ല, കൃത്യമായിട്ട് അദ്ദേഹത്തെ എതിർക്കുന്ന മാധ്യമങ്ങൾ അതിന് വലിയ പ്രചാരം കൊടുക്കുകയും അതിന് മറ്റതിലായി പിന്നെ അറ്റൻഷൻ മുഴുവൻ. ഈ പലപ്പോഴും എന്താണ് പ്രശ്നം പറ്റുമെന്ന് പറഞ്ഞാൽ, ഈ സുരേഷ് ഗോപിക്ക് വളരെ
എന്നാലും ഇപ്പൊ ഞാൻ ചെന്ന് നമ്മൾ സുഹൃത്തുക്കളോട് പറയുന്നത് പോലെയാണ് പലപ്പോഴും അദ്ദേഹം പൊതുജനങ്ങളോട് സംവേദിക്കുന്നത്. അതൊരു പ്രശ്നമാണ്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ 100 കണക്കിന് കോടി രൂപയുടെ തട്ടിപ്പാണ് ED അന്വേഷണം നടന്നത്. അപ്പൊ അതിനകത്ത് ഈ സഹകരണ ബാങ്കുകളുടെ ദുരിത കഥകൾ അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും, ഇപ്പൊ നിയമത്തെ സംഭവമുണ്ട്, ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും ആ ആളിനെ നയപരമായി സ്വീകരിക്കുന്നതിൽ, ഇത്തരം സമ്മേളനങ്ങൾ നയപരമായി തന്ത്രപരമായി സംസാരിക്കുന്നതിൽ സുരേഷ് ഗോപി പരാജയപ്പെട്ടു എന്നാണ് ഞാൻ വ്യക്തിപരമായി കരുതുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ ഇത്തരം സംവാദങ്ങൾ MP-യും, അതായത് മന്ത്രിയായിട്ടുള്ള MP-യും വോട്ടറും തമ്മിലുള്ള ദൂരം കുറയ്ക്കുമെങ്കിലും പലപ്പോഴും അതിനകത്ത് അദ്ദേഹത്തോട് പറയുന്ന കാര്യങ്ങളൊക്കെ അപ്പൊ തന്നെ തീരുമാനമെടുക്കുന്നു, നോട്ട് കുറിച്ചെടുക്കുന്നു. ഇതൊക്കെ വളരെ നല്ല കാര്യമാണ്, ആളുകൾക്ക് വലിയ സന്തോഷമാകും. പക്ഷേ ഇത്തരം ചില അബദ്ധങ്ങൾ പറയുകയാണെങ്കിൽ അത് വല്ലാണ്ട് പൊലിപ്പിച്ച് കാണിക്കുകയും അദ്ദേഹത്തിന്റെ ഇമേജിന് ഒരു ഇടിവ്, ഒരു പക്ഷേ പ്രബുദ്ധരായ മലയാളികൾ ഇതൊക്കെ എന്താണെന്നുള്ളത് മനസ്സിലാക്കുമായിരിക്കാം. പക്ഷെ എന്നാലും ഒരു തഴക്കം സൃഷ്ടിച്ച രാഷ്ട്രീയക്കാരനായിരുന്നുവെങ്കിൽ ഇതിന് കുറച്ചും കൂടെ ശോഭ വന്നേനെ എന്നാണ് ശരിക്കും പറഞ്ഞ, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ആശയവിനിമയത്തിൽ താല്പര്യമുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് അതിനകത്ത് പറയാനുള്ളത്. അപ്പൊ ഈ അതേസമയം നമുക്ക് നോക്കണം, ഇത് അദ്ദേഹത്തെ എതിർക്കാൻ വേണ്ടി പ്രത്യേകിച്ച് അവരെ സംബന്ധിച്ചിടത്തോളം BJP-ക്കാർ, ഈ ഇടതുപക്ഷമായാലും ശരി, CPM ആയാലും ശരി, CPI ആയാലും ശരി, കോൺഗ്രസ് ആയാലും ശരി, അവർക്കൊരു വലിയ വെള്ളിടിയായിട്ടാണ് സുരേഷ് ഗോപി BJP ടിക്കറ്റിൽ തൃശ്ശൂരിൽ നിന്ന് മത്സരിച്ച് വിജയിച്ചത്. അപ്പൊ അതുകൊണ്ട് അതിനെ എതിർക്കാൻ കിട്ടുന്ന ഓരോ അവസരവും, പ്രത്യേകിച്ച് പണ്ട് നമ്മുടെ കുമ്മനം രാജശേഖരൻജി ഈ തിരുവനന്തപുരത്ത് നിന്ന് ജയിച്ചു കഴിഞ്ഞപ്പം എന്തോന്നോ അബദ്ധം സംഭവിച്ചു പോയതുപോലെയാണ് വളരെ ഫലപ്രദമായിട്ട് ഇവർ വലിപ്പിച്ചതും. അദ്ദേഹം ഒരു സാധു മനുഷ്യനായതുകൊണ്ട് ഈ നിയമസഭയിൽ പോലും അദ്ദേഹത്തിന് ഇഫക്റ്റീവായിട്ട് ഇത്രയും പേരുടെ ഇടയിൽ ഒറ്റയ്ക്കായി പോയി. അപ്പൊ അതിൽ അവർ വിജയിച്ചു. അതായത് കുമ്മനം രാജശേഖരൻ ജയിച്ചിട്ടും, നിയമസഭയിൽ ജയിച്ചു വന്നിട്ടും, BJP ടിക്കറ്റിൽ ജയിച്ചു വന്നിട്ടും അദ്ദേഹത്തിന് ഒരു ഫലപ്രദമായി കാര്യങ്ങൾ നിയമസഭയ്ക്കകത്ത് അവതരിപ്പിക്കാൻ പറ്റാതെ പോയ സാഹചര്യത്തെ പോലെ, അത് അബദ്ധത്തിൽ ജനിച്ചതാണ് എന്ന് വരുത്തി തീർത്തത് പോലെ അങ്ങനെ വരുത്തി തീർക്കാൻ സുരേഷ് ഗോപിയോടും ശ്രമിക്കുന്നു എന്ന കാര്യം അദ്ദേഹം തിരിച്ചറിയേണ്ടതായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ കോൺഗ്രസ് പറയുന്ന എന്താണ്, ED അന്വേഷണത്തിൽ കണ്ടെത്തിയ പണം ഫലപ്രദമായിട്ട് ഉടനെ നൽകുന്നില്ല, ഇത് MP-യുടെ ഒരു സ്റ്റണ്ടാണ്. അപ്പൊ അതായത് ഒരു ജനങ്ങൾക്കിടയിലോട്ടുള്ള ഒരു പൊളിറ്റിക്കൽ സ്റ്റണ്ടാണെന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ അദ്ദേഹത്തിന്റെ വാക്കുകൾ ഒരു സിനിമാ സ്റ്റൈലിൽ ഉപയോഗിക്കാതെ ഒരു മന്ത്രി എന്ന നിലയ്ക്കും രാഷ്ട്രീയക്കാരൻ എന്ന നിലയ്ക്കും ഒരു MP എന്ന നിലയ്ക്കും കുറച്ചുകൂടെ ജനകീയമായി, ജനങ്ങൾക്ക് കുറച്ചും കൂടെ അക്സെപ്റ്റബിൾ ആയിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടായിട്ട് എനിക്ക് പറയാനുള്ളത്. അപ്പൊ അതുകൊണ്ട് വളരെ ഇഫക്റ്റീവായിട്ടുള്ള, വളരെ ഗുണകരമായ ഒരു മൈക്രോ മീറ്റിങ്ങുകൾ അദ്ദേഹത്തിന് വേണ്ട വിധത്തിൽ പറഞ്ഞ് ഫലിപ്പിക്കാനായോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഒരുപക്ഷെ ഇനിയും തുടർന്നുള്ള മീറ്റിങ്ങുകളിൽ സുരേഷ് ഗോപി ഇതൊന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കാം. അത് എന്ത് വേണം, ഇത്തരം അദ്ദേഹത്തെ അബദ്ധത്തിൽ പെടുത്തുവാൻ വേണ്ടി ചാനലുകളായാലും ശരി, അവിടെ ചില വേതാളങ്ങൾ ഒരുപക്ഷെ പ്രത്യക്ഷപ്പെട്ടേക്കാം. അതുകൂടി കണക്കിലെടുത്ത് വേണം ഇത്തരം സാഹചര്യങ്ങൾ സംവേദിക്കാൻ എന്നുള്ളതാണ്. ഇപ്പൊ അദ്ദേഹത്തിന് ഇവിടെ മാത്രമല്ല അബദ്ധം പറ്റിയിട്ടുള്ളൂ. പലപ്പോഴും ഈ മാധ്യമ പ്രവർത്തകരോട് പറയുമ്പോഴും മറ്റുള്ള കാര്യങ്ങൾ കാഷ്വലായിട്ട് വന്ന് ചോദിക്കുമ്പോഴും പറയുന്നതൊക്കെ ഈ ക്യാമറകൾ ഒപ്പിയെടുത്ത് വലിയ പൊലിപ്പും തൊങ്ങലും ചേർത്ത് പുറത്ത് പറയാറുണ്ട്, അല്ലെങ്കിൽ പുറത്ത് ജനങ്ങളെ കാണിക്കാറുണ്ട്. അപ്പൊ അതൊന്ന് അദ്ദേഹം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. വളരെ നല്ലതായ ഒരു കാഴ്ചപ്പാടാണ് ഇത്തരം കലിംഗ സമ്മേളനങ്ങൾ, ഇത്തരം ഹൈപ്പർ ലോക്കൽ മൈക്രോ മീറ്റിങ്ങുകൾ വളരെ ഫലപ്രദമാണ്. അത് തുടർന്നും അദ്ദേഹത്തിന് ഭംഗിയായിട്ട് ഉപയോഗിക്കാൻ സാധിക്കട്ടെ എന്ന് മാത്രം ആണ് എനിക്ക് ഇത്തരണത്തിൽ പറയാനുള്ളത്. എന്തായാലും വിനോദ് സാർ സൂചിപ്പിച്ചതുപോലെ മൈക്രോ ഹൈപ്പർ മീറ്റിങ്ങുകൾ ഇതൊക്കെ വളരെ മികച്ച രീതിയിൽ ഭംഗിയായി നടപ്പിലാക്കാൻ സുരേഷ് ഗോപിക്ക് സാധിക്കേണ്ടതുണ്ട്. പക്ഷെ അദ്ദേഹം പറയുന്ന ചില പ്രസ്താവനകൾ മാധ്യമങ്ങൾ അതിന് കാതോർത്തിരിക്കുകയാണ്. അത്തരത്തിൽ അത് വലിയ വാർത്തയാവുന്നു. അദ്ദേഹം എന്ത് ചെയ്യുന്നു എന്നതിനേക്കാൾ കൂടുതൽ അദ്ദേഹം പറയുന്ന ചില പ്രസ്താവനകളാണ് മാധ്യമങ്ങളിൽ ഇടം പിടിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. ഈ രീതിയിൽ അടിക്കടി വിവാദങ്ങളിൽ പെടുക എന്നത് കഴിഞ്ഞ കുറച്ചു നാളുകളായി സുരേഷ് ഗോപി ഫേസ് ചെയ്യുന്ന ഒരു
വലിയ പ്രശ്നം കൂടിയായി മാറുന്നു. എന്തായാലും വ്യക്തമാണ്. താങ്ക് യു വിനോദ് സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.